കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ ആത്മഹത്യാ കേസിൽ പ്രതിയായ ഷിംജിതയുടെ ജാമ്യാപേക്ഷയിൽ ഈ മാസം 27-ന് കോടതി വിധി പറയും. കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതേസമയം സംഭവം നടന്നത് പരാതിപ്പെടാതെ വീഡിയോ പ്രചരിപ്പിച്ചത് ദുരുദ്ദേശത്തോടെയെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഷിംജിത നിരപരാധിയെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ മനഃപൂർവ്വമുള്ള പ്രവൃത്തിയാണെന്നും ജാമ്യാപേക്ഷ സെഷൻസ് കോടതിയുടെ അധികാരപരിധിയിൽ വരുന്നതാണെന്നും പ്രോസിക്യൂഷനും വാദിച്ചു. ഇന്റൻഷണൽ ആക്ട് ആണിത്. തീർച്ചയായിട്ടും ഇന്റൻഷണൽ ആക്ടിന്റെ പുറത്താണ് സൂയിസൈഡ് വന്നത്. അപ്പോൾ ഡയറക്റ്റ് പ്രോക്സിമിറ്റി ഉണ്ട്. ആ പ്രോക്സിമിറ്റി, അതായത് ഡയറക്റ്റ് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത്. ഷിംജിതയുടെ ഭാഗത്തോളം കാര്യങ്ങളൊക്കെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്, പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കോടതിയിലെ പരിഗണനയിലാണ് കേസ്. അതുകൊണ്ട് കോടതി വിധി പറയട്ടെ. അതേസമയം സംഭവം നടന്നത് പരാതിപ്പെടാതെ വീഡിയോ പ്രചരിപ്പിച്ചത് ദുരുദ്ദേശത്തോടെയാണെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പ്രതി പകർത്തിയ വീഡിയോ പോസ്റ്റ് ചെയ്തതല്ലാതെ ദീപക് മരിക്കാൻ മറ്റു കാരണങ്ങളില്ല. ജാമ്യം ലഭിച്ചാൽ പ്രതി ഇനിയും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടും. മറ്റു ബ്ലോഗർമാരും ഇത്തരം പ്രവൃത്തികൾ വീണ്ടും ആവർത്തിക്കുകയും അതുവഴി കൂടുതൽ ആത്മഹത്യകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ ഷിംജിതയ്ക്കെതിരെ മറ്റൊരു പരാതി കൂടി പോലീസിന് ലഭിച്ചു. ഷിംജിത വീഡിയോ ചിത്രീകരിച്ച ബസ്സിലുണ്ടായിരുന്ന പെൺകുട്ടിയാണ് കണ്ണൂർ പോലീസിൽ പരാതി നൽകിയത്. തന്റെ മുഖം അനാവശ്യമായി ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചെന്നാണ് പരാതി. ജനം, കോഴിക്കോട്.